നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാർത്ഥികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് കൂടിക്കാഴ്ച നടത്തിയത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മന്ത്രിയെ അറിയിച്ചു? ഉന്മേഷ്, പ്രധാനമായി വിലയിരുത്തേണ്ടത് സുപ്രീം കോടതിക്ക് മുൻപാകെ ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണനയ്ക്കിരിക്കെയാണ് ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. പ്രധാനമായും വിദ്യാർത്ഥികൾ അവരുടെ ആശങ്കകളാണ് രേഖപ്പെടുത്തിയത്. കൗൺസിലിംഗ് വൈകുന്നതിലും ഒരുപക്ഷെ പുനഃപരീക്ഷയിലേക്ക് കടന്നാൽ അത് അവരുടെ അക്കാഡമിക് കലണ്ടറിനടക്കം ബാധിക്കുന്ന കാര്യങ്ങൾ അത് വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചു. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പ് ഈ ആശങ്കകൾ ഉടൻ തന്നെ പരിഹരിച്ചുകൊണ്ട് കൗൺസിലിംഗ് ഈ ജൂലൈ 3-ാം വാരം അടുത്ത ആഴ്ച ആരംഭിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള ഉറപ്പാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നൽകിയതായി ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ആ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ബീഹാർ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യ സൂത്രധാരൻ രാകേഷ് രഞ്ജനെ CBI ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നളന്ദയിൽ നിന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേക കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ CBIയുടെ 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ അദ്ദേഹത്തെ വിട്ടിരിക്കുകയാണ്. മാത്രമല്ല CBI നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസുമായി ബന്ധപ്പെട്ട 4 ഇടങ്ങളിൽ റെയ്ഡും നടത്തി. പാട്ന, കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് CBI പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ മുഖ്യ സൂത്രധാരനെ അറസ്റ്റ് ചെയ്തതായാണ് CBI ഇപ്പോൾ നൽകുന്ന വിവരം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്.